ഹലോ കൂട്ടുകാരേ! എല്ലാവർക്കും സുഖല്ലേ? ഒരു അരക്കപ്പോളം ചെറിയ കുഞ്ഞി കൊഞ്ചുണ്ടല്ലോ, ഉണക്ക കൊഞ്ച്. അതും ഒരു 2 തക്കാളിയും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു അരപ്പൊന്ന് റെഡിയാക്കണം. അതിന് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു കൈപ്പിടിയോളം തേങ്ങ ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 6, 7 കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാണ്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കുവേ അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഒന്ന് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഒരു 1/4 ടീസ്പൂണിലും താഴെയായിട്ട് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചതച്ചതോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കാം. പക്ഷേ ഫ്രഷ് ആയിട്ട് ചതച്ചെടുക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ്. ഇതിനി നന്നായിട്ട് ആ എണ്ണയിലിട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ ഇപ്പം ചേർക്കരുത്, സവാളയൊക്കെ ചേർത്തതിന് പിന്നെയാണ് കേട്ടോ ചേർക്കേണ്ടത്. അപ്പോൾ അതാണ്ട് ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം ഇതിലേക്ക് ഞാനൊരു സവാളയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയ സവാളയാണെങ്കിൽ ഒരെണ്ണം ഫുൾ എടുക്കാം. അതൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളക് എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാണ്ട് ഇതൊന്ന് ഒരുപാട് നിറം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, ഇതിനകത്തേക്ക് ഞാൻ കറിവേപ്പില ഒന്നും ചേർത്തില്ലായിരുന്നു. അപ്പോൾ കറിവേപ്പില ആദ്യം തന്നെ ഇട്ട് കൊടുത്താലും നല്ലതാണ്, ഇപ്പോൾ ചേർത്താലും കുഴപ്പമില്ല. ഇനി ഞാൻ അതിലേക്ക് ഈ സമയം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ദാണ്ടെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു ടീസ്പൂണൊക്കെ നമ്മുടെ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെയും നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നവരെയും ഒരു മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടി വരും. ഇപ്പോൾ ദാണ്ടെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ദാണ്ടെ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൊഞ്ച് നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കഴുകി, തണുത്ത വെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത കൊഞ്ചാണ്. നല്ല പൊടി കൊഞ്ചായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചേർക്കുന്നുണ്ട്. നിങ്ങളതിൽ അത്യാവശ്യം വലിയ കൊഞ്ചാണുള്ളതെങ്കിൽ തലയും വാലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ദാണ്ടെ ഇതിനി നന്നായിട്ട് ഈ മസാലയായിട്ടൊന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. നമ്മുടെ നാട്ടിൽ ഇനി കൊഞ്ചെന്നാണ് കേട്ടോ പറയുന്നത്, ഇനി ഉണക്കച്ചെമ്മീൻ എന്നും പറയും. അപ്പോൾ ദാണ്ടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കണം. ഒരു 2-3 മിനിറ്റെങ്കിലും ഒന്ന് വഴറ്റണേ. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലുതായിട്ട് തന്നെയാണ് ഒന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്, അങ്ങനെ തന്നെ ചേർത്താൽ മതി. ഇനി ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകുന്ന രീതിയിലൊന്നും വഴറ്റണ്ട, ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ദാണ്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയൊക്കെ ഒന്ന് മതിയാവും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് ആകുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഒരു 1.25 കപ്പോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ഈ കറിയിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ സമയം ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ചേർക്കാൻ. കാര്യം നമ്മൾ ഇതിലേക്ക് ഉണക്ക കൊഞ്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിൽ കുറച്ച് ഉപ്പ് കാണും. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് 1 മിനിറ്റ് 1-2 മിനിറ്റ് ഒന്ന് കിടന്ന് തിളയ്ക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് വെന്ത് വരണം. കണ്ടോ ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് ഒന്ന് വെന്ത് ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാകം. ഇനി ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ച് തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ചെമ്മീനോ അല്ലെങ്കിൽ കൊഞ്ച് വെച്ചിട്ട് ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിയോളൂ. നല്ല ടേസ്റ്റാണ്. ഇതിനോട് വേറെ കറികളൊന്നും വേണ്ട. ചോറിൻ്റെ കൂടെ ഇതും പിന്നെ സൈഡിലായിട്ട് ഒരു മീൻ പൊരിച്ചത് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. ഇനി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.